ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ദാ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടൺ കൂടി അമർത്തണേ. പുതിയ ചാനലാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ അനീഷ് കരയുകയാണ്. സത്യം പറഞ്ഞാൽ അനീഷ വീട്ടിൽ നിന്ന് കരയുമ്പോൾ ഓരോ വേർഡ് പറയുമ്പോഴും നമുക്കും അനീഷ് എന്നല്ല വേറെ എല്ലാവരും ആ വേർഡുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വേദനിക്കുന്നുണ്ട്. അനീഷാണെങ്കിൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ പറഞ്ഞു വിടരുത് ബിഗ് ബോസ്, എനിക്ക് പോകണ്ട ബിഗ് ബോസ്, ഇവിടെ നിന്ന് എനിക്ക് പോകണ്ട, ഞാനിവിടെ നല്ല ഹാപ്പിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വീട് കെട്ടിപ്പിടിച്ചിട്ടാണ് ആൾ കരയുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ്, ഞാനിവിടെ ജീവിതത്തിൽ എനിക്ക് പരമാവധി കിട്ടേണ്ട സന്തോഷം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ബിഗ് ബോസ്. എൻ്റെ മനസ്സിലെ ഓരോ കാര്യങ്ങളും ആഴങ്ങളിലാണ് കിടക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ആഴങ്ങളിൽ കിടക്കുന്നു. എനിക്ക് ഈ വീട് മറക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ്. ഇത്രമാത്രം സന്തോഷിച്ച ഓരോ ദിവസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതെന്താണ് എന്ന് നമുക്കറിയുന്നില്ല. കാരണം ആളാളുടെ ജീവിതകഥ പറഞ്ഞപ്പോഴൊന്നും അങ്ങനെ സെൻറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും എന്താണെന്നറിയില്ല. പക്ഷേ ഇങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ തല്ലും വഴക്കും ഈ പ്രശ്നങ്ങളും ഇയാളെല്ലാവരും കുറ്റപ്പെടുത്തലും ഇതൊക്കെ ഇയാൾക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇത്രയും സന്തോഷിച്ച ദിവസങ്ങളാണെന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിനേക്കാളും ദോഷമുള്ളതായിരിക്കും എന്നെനിക്ക് തോന്നിപ്പോകുന്നില്ല. അത് കഴിഞ്ഞ് ആളവിടെ നിന്ന് നടന്നു വന്ന്, പക്ഷെ ആളുടെ മനസ്സിലുള്ള പക്ക ആ ഒരു മനുഷ്യനെയാണ് തുറന്ന് കാണിക്കുന്നത് കേട്ടോ. ആൾ അത്രയും ജെനുവനായിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്നു വന്ന് ജയിലിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ജയിലിൽ പിടിച്ച് നിന്ന് ആൾ ഭയങ്കര ഇമോഷൻ ആവുന്നുണ്ട്. എങ്ങനെ മറക്കും ബിഗ് ബോസ് ഇതൊക്കെ ഏതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും സന്തോഷിച്ച ഒരു ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല, ജീവിതം തന്നെ മാറ്റിമറിച്ചു എൻ്റെ ബിഗ് ബോസ്, മറക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ്, മറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സെൻറ്റിലാണ്. നന്ദിയുണ്ട് ബിഗ് ബോസ്, നന്ദിയുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്നു ഞാൻ ബിഗ് ബോസിനെ. ബിഗ് ബോസിന് അറിയില്ല ഞാൻ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. ഈ വീടിനെയും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആളുകളെയും ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കുറേ നേരം മൗനവൃത്തത്തിലാണ്. അവിടെ നിന്ന് ആൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കരച്ചിലൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ ജയിലൊക്കെ മിസ്സാവുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ജയിലും മിസ്സാവുന്നു എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയുന്നത് നമുക്ക് ഉണ്ടായ മോശം അനുഭവമായോ നല്ല അനുഭവമാണെങ്കിലും നമ്മൾ അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു മിസ്സിങ് ആണ് നമുക്ക്. ഞാനിപ്പോൾ ജയിലിൽ കിടന്നാലും എനിക്കതൊരു മിസ്സായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് അതൊക്കെ മിസ്സ് ചെയ്യുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇവിടുത്തെ ആളുകളെയും എനിക്ക് നന്നായി മിസ്സ് ചെയ്യും. ചിലവരെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, ചിലരെ കുറച്ച് സ്നേഹമുണ്ട്, എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ ചിലവർ എൻ്റെ മനസ്സിൽ കൂടുതൽ ആഴങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ എനിക്ക് നന്നായി മിസ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഇങ്ങനെ ഭയങ്കര സെൻറ്റി അടിക്കുന്ന ഒരു സീനാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. Okay, thank you.